എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളെ തേടിയെത്തും തീർച്ചയായും അതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ കാക്ക പൈലായി സ്വീകരിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളുടെ നിലനിൽപ്പും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കഷ്ടപ്പാടുകളൊന്നും നോക്കാതെ ആ വ്യക്തിയെ ഒരുപാട് സഹായിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ജീവിക്കാൻ മറന്നുപോയി. നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങൾ കാണിച്ചില്ല. ആ വ്യക്തിക്ക് വേണ്ടിയും ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്കൊരുപാട് വിഷമായി. നിങ്ങൾ കുറേ മുന്നോട്ട് പോയപ്പോൾ, നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിച്ചപ്പോൾ, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോൾ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോയി. നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ പരിഗണിക്കുന്നില്ല? ഞാൻ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ടായി. നിങ്ങൾക്കത് മറക്കാൻ കഴിയാത്തതാണ്. കാരണം ആ വ്യക്തി എന്നെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ കണക്കാക്കിയേക്കുന്നത്. പക്ഷെ എന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ പരിഗണിക്കുന്നില്ല? നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം സ്നേഹിച്ചു. ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. പക്ഷെ ആ വ്യക്തി ഒരു തേർഡ് പാർട്ടിയെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ തേർഡ് പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടാകുകയോ നിങ്ങളുടെ വ്യക്തിക്ക് പങ്കുണ്ടാകുകയോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ തേർഡ് പാർട്ടി ചിലപ്പോൾ ഒരു പ്രതീകം മാത്രമാകാം, ഒരു താല്പര്യം മാത്രമാകാം. തേർഡ് പാർട്ടി എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നോ, പക്ഷേ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നിങ്ങളുടെ വ്യക്തിയിലും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. തേർഡ് പാർട്ടിയുടെ ആ സാന്നിധ്യം നിങ്ങളെത്രമാത്രം ദുഃഖിപ്പിക്കുന്നുണ്ട്, നിങ്ങളെത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട്, നിങ്ങളെത്രമാത്രം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. തേർഡ് പാർട്ടി തീർച്ചയായിട്ടും പ്രതിസന്ധി ഉണ്ടാക്കി. തേർഡ് പാർട്ടിയുടെ പ്രതിസന്ധി നിങ്ങൾക്ക് പ്രശ്നമായി. തേർഡ് പാർട്ടി നിങ്ങളിൽ തീർച്ചയായിട്ടും വിഷയങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. എങ്ങനെ ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും? ഇനി ഈ തേർഡ് പാർട്ടി ഒഴിവാക്കി ഈ വ്യക്തി നിങ്ങൾക്കൊപ്പം എത്തുമോ? ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അത് സംഭവിച്ചിരിക്കും. കാരണം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഒരു കാര്യം എത്തിച്ചിരിക്കും. കാരണം നിങ്ങളുടെ വില, നിങ്ങളുടെ മൂല്യം അത് കുറവാണെന്ന് കരുതിയിട്ടായിരിക്കും ഒരു പക്ഷേ തേർഡ് പാർട്ടി അവിടെ എൻ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ദുരുദ്ദേശത്തോടു കൂടി വരാം. അപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി പിന്നിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി സ്വാധീനിച്ച് അതിൽ പെടുത്തുന്നത്, അത് ഏത് തരത്തിലായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തേർഡ് പാർട്ടിയുടെ നാമാവിശേഷമാകുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ മൂല്യം വരികയാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്ത കഷ്ടപ്പാടുകൾ ഒരു ചിത്രം പോലെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ, കണ്ണുകളിലൂടെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് കടന്നു പോകും. അപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാവും. മാത്രമല്ല തേർഡ് പാർട്ടിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും തേർഡ് പാർട്ടിക്ക് ഭയപ്പെട്ട് പിന്മാറേണ്ടി വരികയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളല്ല ഭയപ്പെടുത്തുന്നത്. തേർഡ് പാർട്ടിയെ നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി ഭയപ്പെടുത്തി മാറ്റും. തേർഡ് പാർട്ടിയിലുള്ള മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്താൻ കഴിയും. തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്തായിട്ട് പ്രാവ് പൈലായി സ്വീകരിച്ചോടെ റീഡിങ്ങിലേക്ക് പോകാം. ചാരനിറത്തിലുള്ള പ്രാവ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് നാം ഇപ്പോൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ദുഃഖമുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ അവഹേളിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ നാണം കെടുത്തുന്നു. അതിലൂടെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു, സങ്കടം ഉണ്ടാകുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള ചിന്ത നിങ്ങളിലുണ്ടാകുന്നു. നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങളെ ഇല്ലാതാക്കി
ആ വ്യക്തി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നു. നിങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പ് പോലും, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും ആ തേർഡ് പാർട്ടി ചോദ്യം ചെയ്യുന്നു. തേർഡ് പാർട്ടി അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ സഹായിച്ചോ സഹായിക്കാതെയോ ആ പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാവുന്നു. ഇനി എന്ത് എന്നുള്ളൊരു നിലപാട്, ഇനി എന്തെന്നുള്ളൊരു സംശയം അത് തീർച്ചയായിട്ടും ആ വ്യക്തിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്കും ആ വ്യക്തിക്കും വീണ്ടും ഒരുമിക്കാൻ കഴിയുന്നു. തേർഡ് പാർട്ടി നാമാവശേഷമാകുന്നു. തേർഡ് പാർട്ടി ഒന്നുമല്ല എന്ന് നിങ്ങളുടെ വ്യക്തി അറിയുന്നു. തേർഡ് പാർട്ടി നുണ പറഞ്ഞാണ് ആ വ്യക്തിയെ സ്വാധീനിച്ചതെന്ന് ആ വ്യക്തി അറിയുന്നു. യഥാർത്ഥത്തിൽ ആ തേർഡ് പാർട്ടിയുടെ പെരുമാറ്റത്തിന് ശേഷം, തേർഡ് പാർട്ടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആ വ്യക്തി നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം ആ വ്യക്തി അറിയുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നേരത്തെ അതറിയാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ മൂല്യം ആ വ്യക്തി അറിയുകയാണ്. നിങ്ങൾ ആ വ്യക്തിയെ അത്ര സ്നേഹിക്കുകയും അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അത് ആ വ്യക്തിക്ക് വേണ്ടതാണ് എന്ന് ആ വ്യക്തി ഇപ്പോൾ കണ്ടെത്തുന്നു. തേർഡ് പാർട്ടിയുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് വേണ്ടതാണ് നിങ്ങൾ നൽകിയത്. ആ വ്യക്തിക്ക് ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾ പെരുമാറുകയോ അത് നൽകുകയും ചെയ്തു. ഇപ്പോൾ അത് കിട്ടാതെ ആയപ്പോൾ, അത് ലഭിക്കാതെ ആയപ്പോൾ, അത് സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും ശരി, തേർഡ് പാർട്ടി വഞ്ചിക്കുകയായിരുന്നത് മനസ്സിലായപ്പോൾ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നു. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിച്ചത്, നൽകിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണെന്നും ആ വ്യക്തിക്ക് ആവശ്യമുള്ള കെയറാണെന്നും സ്നേഹമാണെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു. ആ വ്യക്തിയുടെ മനസ്സ് ആ തേർഡ് പാർട്ടിയിൽ കുടുങ്ങിക്കിടന്നത് കൊണ്ടാണ് ഇത്രയും കാലം നിങ്ങളിലേക്ക് വരാതിരുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടി പോകുന്നു, ആ വ്യക്തിയുടെ മനസ്സ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നു. സന്തോഷത്തോടെ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നവും നിങ്ങളെയും തേർഡ് പാർട്ടിയുടെ ആ കെണിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയും രക്ഷപ്പെടുന്ന രീതിയിലേക്ക് എത്തുന്നു. നിങ്ങളുടെ മൂല്യം ആ വ്യക്തി അറിയുകയാണ്. നിങ്ങളിലേക്ക് വീണ്ടും ആ വ്യക്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൂല്യം ആ വ്യക്തിക്ക് അറിയാൻ കഴിയുകയാണ്. ആ മൂല്യം ആ വ്യക്തി അറിയുകയാണ്. ആ മൂല്യത്തിൻ്റെ ഗുണം ആ വ്യക്തി അറിയുകയാണ്. എത്രയോ വലുതായിരുന്നു ആ മൂല്യങ്ങൾ എന്നുള്ളത് ആ വ്യക്തി അറിയുമ്പോൾ ആ വ്യക്തി തിരിച്ചെത്തുന്നു, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട്, രക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ആ തേർഡ് പാർട്ടിയുടെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ കഴിയുന്നു. നിങ്ങളുടെ മൂല്യവും നിങ്ങളുടെ ഗുണവും നിങ്ങളുടെ നല്ല മനസ്സും ആ വ്യക്തി അറിയുന്നു, മനസ്സിലാക്കുന്നു. ഇനി തേർഡ് പാർട്ടിയില്ല, നിങ്ങളും ആ വ്യക്തിയും മാത്രം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.